ചർച്ചയുണ്ട്. കാരണം കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് നല്ലത് മാത്രമേ താല്പര്യമുള്ളൂ. ഇതന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലും. ഭക്ഷണം ഹലാല് മാത്രം ആയാൽ പോലെ ത്വയ്യിബൻ. എന്താണ് ഈ ത്വയ്യിബൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം? ഹലാലായ ഭക്ഷണമാണ് കഴിക്കുന്നത്, പക്ഷെ ശരീരത്തോട് ചേരാത്ത ഭക്ഷണമാണ് മഹാഭൂരിഭാഗം ആളുകളും കഴിക്കുന്നത്. അതിലേക്കാണ് നമ്മളെ വിഷയം പോണത്. അപ്പൊ ഒരു മനുഷ്യൻ, മിക്കവാറും മനുഷ്യന്മാര് രോഗികളാവുന്ന ഈ കാലത്ത് വല്ലാണ്ട് വ്യാപിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് പ്രധാന കാരണം, ഈ കാലഘട്ടത്തിൽ വ്യാപിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് പ്രധാന കാരണം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് എന്ന് ചർച്ച ചെയ്തു. ഇത് വളരെ മനോഹരമായൊരു ഗ്രാമീണ പ്രദേശമാണ്. ഇവിടെ കൃഷി ചെയ്യുന്നവരുണ്ട് എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. വളരെ മനോഹരമായ ഗ്രാമീണ പ്രദേശം. സ്വാഭാവികമായും രോഗങ്ങൾ വരാൻ സാധ്യതയില്ലാത്ത പ്രദേശം. നല്ല പച്ചപ്പുണ്ട്, നല്ല പച്ചപ്പുള്ള പ്രദേശമാണ്, മനസ്സിലാക്കണം. അപ്പൊ സ്വാഭാവികമായും രോഗങ്ങൾ വരാൻ സാധ്യതയില്ലാത്ത ഇടമാണിത്. നല്ല പച്ചപ്പുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല വെള്ളം കിട്ടാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായും ഇതിനൊക്കെ തടസ്സം വരുന്നുവെങ്കിൽ എന്തുകൊണ്ട് എന്നതാണ് ആലോചിക്കേണ്ടത്. അത്തരം വിഷയത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ ശാരീരികമായി തളരുന്നതിന്റെ കാരണം അന്വേഷിക്കേണ്ടി വരും. ഇക്കണ്ട സർവ്വ സൗകര്യങ്ങളും ജീവിതത്തിലേക്ക് വർദ്ധിച്ചു വരുന്ന കാലഘട്ടം നമ്മൾ അങ്ങനെ കൂടി മനസ്സിലാക്കണമല്ലോ. പഴയകാലത്തെ അപേക്ഷിച്ച് ഒരുപാട് ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു എന്നത് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകതയായി പറയാറുണ്ട് നമ്മൾ. എന്നിട്ടും ചെറുപ്പക്കാര് വരെ തളർന്നു പോകുന്നു, കുഴഞ്ഞു വീണു മരണം. നടന്നു പോകുമ്പോ തലകറങ്ങി വീഴാൻ മരിക്കുക, അവിടെ എത്തി കാര്യം. കുറെ കാലം സൂക്കടായി കിടക്കണ്ട, കുറെ കാലം രോഗിയായി കിടക്കേണ്ടതില്ല. കിഡ്നി രോഗം വന്നിട്ടോ കരള് രോഗം വന്നിട്ടോ ക്യാൻസർ വന്നിട്ടൊന്നും കിടപ്പില്ല. പുതിയൊരു പ്രശ്നം എന്താ വന്നിരിക്കുന്നത്? നടന്നു പോകണ വഴിയിൽ അല്ലെങ്കിൽ ഓഫീസിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെന്തോ ചെയ്യുമ്പോൾ പെട്ടെന്ന് തലകറക്കം വരുന്നു, വീഴുന്നു, മരിക്കുന്നു. വലിയ അപകടമുള്ളൊരു കാര്യമല്ലേ ഇത്? ഈ അവസ്ഥയിലേക്കാണ് മനുഷ്യജീവിതം മുന്നോട്ട് പോകുന്നത്. ഇവിടെ എന്താ പിഴച്ചത്? നമുക്കറിയാണ്ട് പോയത് എന്താണ്? എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അതാ ഞാൻ ഇന്നത്തെ വിഷയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം അതാണ്. എങ്ങനെ ജീവിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉറങ്ങി എഴുന്നേൽക്കേണ്ടത്, എന്താണ് രാവിലെ കഴിക്കേണ്ട ഭക്ഷണം, എപ്പോഴൊക്കെയാണ് മനുഷ്യന്മാര് ഭക്ഷണം കഴിക്കേണ്ടത്, എത്ര അളവിലാണ് മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടത്, എത്ര അളവിൽ വെള്ളം കുടിക്കണം, എത്ര അളവിൽ വെയിൽ കൊള്ളണം, എത്ര അളവിൽ കാറ്റ് കൊള്ളണം, രാത്രി ഒരുപാട് സമയം വെളിച്ചത്തിരിക്കാൻ പാടുണ്ടോ ഇല്ലേ? ചോദ്യമാണ്. രാത്രി ഒരുപാട് നേരം വെളിച്ചത്തിരിക്കാൻ പാടുണ്ടോ ഇല്ലേ? രാത്രി ഇങ്ങനെ ഒരുപാട് ലൈറ്റുകൾ കത്തിച്ച് വെച്ചാൽ എന്തെങ്കിലും പ്രയാസം വരുമോ ഇല്ലേ? ഇതൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. രാത്രിയിലെ വെളിച്ചവും പകലിലെ വെളിച്ചവും മനുഷ്യന്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ്. പകലിനെയും രാവിനെയും അല്ലാഹു മനുഷ്യനിലേക്ക് തന്നത് നിന്റെ ശരീരത്തെ പരിപാലിക്കുന്നതിന്റെ ഭാഗമാണ്. പരിപാലനം എന്നതാണ് ഭൗതിക ലോകത്തെ ഏറ്റവും മനോഹരമായ കാഴ്ച. നിന്റെ ശരീരത്തെ പരിപാലിക്കാൻ പകലിലെ വെളിച്ചവും രാത്രിയിലെ വെളിച്ചവും അല്ലാഹു ഒരുക്കി. എല്ലാ രാത്രികളിലും മനുഷ്യന്മാർക്ക് വെളിച്ചത്തെ ആസ്വദിക്കാൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിന് വെളിച്ചത്തെ ആസ്വദിക്കാൻ കഴിയില്ല. മാസത്തിലെ 13, 14, 15 പോലത്തെ ദിവസങ്ങളിൽ ഇരുട്ടില്ലാത്ത രാവുകളാണ് നമുക്കുണ്ടാവുക. 14-ാം രാവിലെ നിലാവ് പോലെ എന്ന് പറയാറുണ്ട്. നല്ല തിളങ്ങണ മുകളുള്ള ആളുകളെ, നല്ല സൗന്ദര്യമുള്ള വട്ട മുകളുള്ള ആളുകൾ എന്ത് പറയും? 14-ാം രാവിലെ നിലാവ് പോലെ. അന്ന് ലൈറ്റ് കത്തിച്ചു വെച്ചില്ലെങ്കിൽ ഭൂമിയിലാകെ വെളിച്ചമുണ്ട്. എന്തുകൊണ്ട്? അന്നത്തെ ദിവസം വെളിച്ചം പരക്കണം. അത് പ്രകൃതിപരമായ താല്പര്യമാണ്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പല സ്ഥലങ്ങളിലും ചെറുപ്പക്കാര് രാത്രി നേരം വളരെ വൈകി ഉറങ്ങുന്നവരാണ്. ശരീരത്തിലെ ടോട്ടൽ പ്രവർത്തനങ്ങൾ തെറ്റുവാൻ
ശരീരത്തിന്റെ ടോട്ടൽ പ്രവർത്തനങ്ങൾ താറുമാറാവാൻ ഈ ഒരൊറ്റ കാര്യം മതി. രാത്രി ഒരുപാട് നേരം ചുമ്മാ ഇരിക്കുക, മൊബൈൽ കൂടി ഉണ്ടെങ്കിൽ, നെറ്റ് കണക്ഷൻ കൂടി ഉണ്ടെങ്കിൽ, റേഞ്ച് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ എത്ര നേരം എന്ന് ചോദിക്കാൻ തന്നെ പാടില്ല. അപ്പൊ രാത്രി വിളക്ക് കത്തിച്ചു വെക്കുന്നു. വീടുകളിൽ രാത്രി ഒരുപാട് നേരം വിളക്ക് കത്തിച്ചു വെക്കുന്നു. ഇതുകൊണ്ട് പ്രപഞ്ചത്തിനുണ്ടായ അമിതമായ ചൂടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തില്ല. നല്ല തണുപ്പ് നിലനിൽക്കേണ്ട പ്രദേശങ്ങളിൽ പോലും ചൂട് വർദ്ധിച്ചു. ചൂടിന്റെ വർധനവിൽ രോഗമുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ശരീരത്തിലുണ്ടായ ചൂടിന്റെ വർധനവാണ് നിങ്ങളുടെ രോഗം. നിങ്ങളുടെ ശരീരത്തിലുണ്ടായ ചൂടിന്റെ വർധനവാണ് രോഗം. ഇസ്ലാമിക വൈദ്യശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. ശരീരത്തിന് സ്വാഭാവികമായും ഒരു ചൂടുണ്ടാവേണ്ട അളവുണ്ട്. ഈ അളവിനേക്കാൾ ശരീരത്തിലെ ചൂട് വർദ്ധിക്കുന്നതിനെ രോഗമെന്ന് പറയുന്നു. അൽഹുമ്മ എന്ന് പറഞ്ഞ ചൂടിന്റെ വർധനവാണ്. മിൻ ഫൈഹി ജഹന്നം, നരകീയമായൊരവസ്ഥ നിന്റെ ശരീരത്തിൽ വന്ന് ചേരലാണ്. അപ്പൊ ആവശ്യത്തിൽ കൂടുതലായി ശരീരത്തിൽ ചൂട് വർദ്ധിക്കുമ്പോൾ രോഗം വരും. വാർപ്പിന്റെ ബിൽഡിങ്ങിൽ ജനാലകൾ അടച്ചുപൂട്ടി, കാറ്റ് കടക്കണില്ല ഉള്ളോട്ട്. നമ്മൾ ഒരുപാട് പേരിവിടെ നിന്നാൽ വല്ലാത്തൊരു ചൂട് ഈ വാർപ്പിന്റെ കെട്ടിടത്തിന്റെ ഉള്ളിൽ രൂപം കൊള്ളും. ഈ കാലഘട്ടത്തിൽ രോഗികൾ വർദ്ധിക്കാനുണ്ടായ ഒരു കാരണം ഇതുപോലെയുള്ള ബിൽഡിങ്ങുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളിതിനെ എളുപ്പമായും പുരോഗതിയായും ഭംഗിയായും എണ്ണും. അങ്ങനെയാ എണ്ണുന്നേ. ഈ കാലഘട്ടത്തിൽ ഇതൊരു പുരോഗതിയാണ്, ഇതൊരു ഭംഗിയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഉമ്മമാരുടെ മുലപ്പാല് ചീത്തയാകുന്ന കാരണങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് രോഗം വരും. ആസ്തമ, ശ്വാസം മുട്ടുള്ള കുഞ്ഞുങ്ങളുള്ള പെണ്ണുങ്ങൾ വാർപ്പിന്റെ ചെറിയ റൂമിലിരുന്നിട്ട്, ചെറിയ റൂം, വാർപ്പിന്റെ ചെറിയൊരു റൂമാ, വാർപ്പിന്റെ വീടിന്റെ ചെറിയ റൂമാ, അവൾ അവിടെ ഇരുന്ന് അവിടെ വെച്ച് തന്നെ ആ ചൂടോടുകൂടി പാല് കൊടുത്താൽ കുഞ്ഞിന് പല പ്രശ്നങ്ങളും വരും. സമൂഹം ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കണില്ല. അങ്ങനെയാവുമ്പോൾ കുഞ്ഞുങ്ങളിലെ പ്രതിരോധ ശേഷികൾ നഷ്ടപ്പെടും. ജീവിതത്തിലെ സൗകര്യങ്ങളെ തെറ്റായ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു കൊണ്ടുവന്നു. ഇതിനൊന്നും ഇനി തിരുത്തൽ എന്നത് എത്രമേൽ സാധ്യമാണ് എന്ന് എനിക്കറിയില്ല. പഴയകാലത്ത് ആളുകൾ വീടുകൾ നിർമ്മിച്ചത് പ്രകൃതിയോട് ഇണങ്ങുന്ന രൂപത്തിലാണ്. പുതിയ യൂറോപ്യൻ എഞ്ചിനീയറിംഗ് സിസ്റ്റം നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ, വീട് നിർമ്മാണത്തിൽ, ബിൽഡിംഗ് നിർമ്മാണത്തിൽ, കെട്ടിട നിർമ്മാണത്തിലൊക്കെ മാറ്റങ്ങൾ വന്നു. ഈ അടുത്ത് ഞാൻ പത്രത്തിൽ വായിച്ചൊരു വിഷയമാണ്. കാസർഗോഡ് ജില്ലയിലെ 6ഓളം നദികൾ വെറ്റി വരണ്ടു. എന്തുകൊണ്ട്? ആലോചിക്കണ്ടേ? ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുഴിയിലേക്ക് ഇറങ്ങി. അപ്പൊ പറഞ്ഞു ഇത് പുഴയാണ്, ഇത് പുഴയായിരുന്നു, ഇപ്പൊ വെള്ളമില്ല എന്ന്. നിങ്ങൾ ആലോചിക്കണ്ടോ? വിഷയം ആലോചിക്കണ്ടോ? ظهر الفساد في البر والبحر بما كسبت أيدي الناس. രണ്ട് രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നൊരു വിശേഷപ്പെട്ട ആയത്താണിത്. ഒന്ന് നമ്മൾ സാധാരണ വ്യാഖ്യാനിക്കാറുള്ളത് പോലെ കടലിലും കരയിലും തിബ്ബ് വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്ത പണ്ഡിതന്മാര് ശരീരത്തിലും മനസ്സിലും ഫസാദുകൾ വ്യാപരിക്കുന്നത് മനുഷ്യൻ അവന്റെ കൈകൊണ്ട് ചെയ്ത ദുൽമ കാരണമാണ്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ. മഹാന്മാരായ ഉലമാക്കൾ സാധാരണ വെക്കുന്ന അർത്ഥം എന്താണ്? കടലിലും കരയിലും ഫസാദുകൾ ഉണ്ടായത് ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യൻ അവന്റെ കൈകൊണ്ട് ചെയ്ത തിന്മകൾ കാരണമാണ്. തിബ്ബ് കൈകാര്യം ചെയ്യുന്ന, വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാര് മനസ്സിലും അല്ലെങ്കിൽ ഹൃദയത്തിലും ശരീരത്തിലും, മനസ്സെന്ന ബഹറിൽ, ശരീരമെന്ന കടലിൽ ഫസാദുകൾ ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഇഫ്സാദുൽ ഖൽബ്, അപ്പൊ കടലിലും കരയിലും ഫസാദുകൾ ഉണ്ടാകുന്നത് ഇഫ്സാദുൽ ഖൽബ്.
ഇന്ന ഫിൽ ജസദി ലമുദ്അ, നിശ്ചയം മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി തീരും. വഇദാ ഫസദത്, അതങ്ങട് ചീത്തയായാൽ, ഫസാദായാൽ, പ്രവർത്തനം താറുമാറായാൽ, ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും ചീത്തയാവും. അലാ വഹിയൽ ഖൽബ്, അറിയണം അത് മനുഷ്യന്റെ ഹൃദയമാണ്. ഹൃദയത്തിന് ശക്തി കുറയുന്നതിൽ പ്രധാന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ മനുഷ്യന്മാരിൽ സജീവമായി കൊണ്ടിരിക്കുന്നു. അപ്പൊ ഏതായാലും നമ്മൾ പറഞ്ഞു വന്നത്, മനുഷ്യൻ തന്റെ ശരീരത്തോട് ളുൽമ ചെയ്യുമ്പോഴാണ് അവൻ രോഗിയായി തീരുന്നത് എന്നാണ് ഖുർആനിക വൈദ്യശാസ്ത്രം പറയുന്നത്. ഖുർആനിക വൈദ്യശാസ്ത്രം എന്നൊരു മെഡിക്കൽ സയൻസ് ഉണ്ട്. ഖുർആൻ വിഭാവനം ചെയ്ത മെഡിക്കൽ സയൻസ് ലോകത്ത് 900 വർഷക്കാലം സജീവമായി ഉണ്ടായിരുന്ന മെഡിക്കൽ സയൻസ് ഖുർആന്റെ വൈദ്യശാസ്ത്രമാണ്. 9 നൂറ്റാണ്ട് കാലം ലോകത്തുണ്ടായ മെഡിക്കൽ സയൻസ് ഖുർആന്റേതാണ്. അലൈക്കും ശിഫാഅൈൻ, രോഗശമനത്തിന് 2 വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നേതാ? അൽ അസ്ലു, തേനാണ്. വൽ ഖുർആൻ, മറ്റൊന്ന് വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൽ രോഗത്തിന്റെ ശമനമുണ്ട്, രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെ 2 രൂപത്തിൽ ചില ആളുകൾ ഖുർആനിനെ ആത്മീയമായി മാത്രം ഉപയോഗപ്പെടുത്തി. പക്ഷേ ചില മഹാന്മാരായ ആളുകൾ ഖുർആനിൽ പറഞ്ഞ പദപ്രയോഗങ്ങളെക്കുറിച്ച്, അതിലെ ശാസ്ത്രവശങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തി. ഇമാം സക്കരിയ റാസി റഹ്മത്തുള്ളാഹി അലൈഹി കൂട്ടത്തിൽപ്പെടുന്ന ആളാണ്. ഇമാം അൽ ഹാഫിദ് അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി കൂട്ടത്തിൽപ്പെടുന്ന ആളാണ്. ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി തങ്ങൾ ഈ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ്. ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി വഴിയിലുള്ള ആളാണ്. ഖുർആൻ മനുഷ്യന്റെ ആരോഗ്യം പറഞ്ഞ ഗ്രന്ഥം. 9 നൂറ്റാണ്ട് കാലം ലോകത്ത് വൈദ്യശാസ്ത്രത്തെ നിയന്ത്രിച്ചത് വിശുദ്ധ ഖുർആന്റെ ആളുകളാണ്. അഭിമാനം കൊള്ളുന്ന കാര്യല്ലേ? ലോക ചരിത്രത്തിൽ ആദ്യമായി 100 ബെഡുള്ള ഹോസ്പിറ്റൽ സ്ഥാപിച്ചത് മഹാനായ ഇമാം സക്കരിയ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ആദ്യത്തെ ഹിസ്റ്ററി. നമ്മുടെ പൂർവികർ ഇതിലൊക്കെ വലിയ കഴിവുള്ള ആളുകളാണ്. പിന്നീട് ഖുർആനികമായ വൈദ്യശാസ്ത്രത്തിന്റെ ചർച്ചകളും പഠനങ്ങളും നമ്മളങ്ങോട്ട് ഉപേക്ഷിക്കുകയും പകരം മറ്റു ചില വൈദ്യശാസ്ത്രങ്ങൾ കടന്നു വരികയും ചെയ്തു. നന്മകളൊക്കെയും നന്മകൾ തന്നെയാണ്, എല്ലാവരും ചെയ്ത സേവനങ്ങളും നല്ലത് തന്നെയാണ്. പക്ഷേ അനേകായിരം വൈദ്യശാസ്ത്രങ്ങൾ, ഒരുപാട് മെഡിക്കൽ സിസ്റ്റംസ് ഇവിടെ ഉണ്ടെങ്കിലും മനുഷ്യരുടെ രോഗങ്ങൾക്ക് പരിഹാരം പൂർണ്ണമായി ആരും നൽകുന്നില്ല. മനുഷ്യരുടെ ആരോഗ്യ പ്രതിസന്ധികൾക്ക് പൂർണ്ണമായി പരിഹാരം ആരും നൽകുന്നില്ല. അതുകൊണ്ടാണ് എഡ്വേർഡ് ജി ബോണിനെ പോലെയുള്ള വൈദ്യ ഗവേഷകർ പറഞ്ഞത്, ഖുർആനിക വൈദ്യശാസ്ത്രം ഇനിയും തിരിച്ചു വരണം, അതിന് ഇസ്ലാമിക സമൂഹം ഉണരണം, ഖുർആന്റെ അഹ്ലുകാർ ഉണരണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഖുർആന്റെ കാഴ്ചപ്പാട്, വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാട് മനുഷ്യന്റെ രോഗവിഷയത്തിൽ ഖുർആൻ അവതരിപ്പിച്ചു. ഒരു ശൈലി സ്വന്തം ശരീരത്തോട് ളുൽമ ചെയ്യുന്നത് കൊണ്ടാണ് ഓരോരുത്തരും രോഗികളാവുന്നത് എന്നാണ്. ശരീരത്തോട് ചെയ്യുന്ന ളുൽമ കാരണം ശരീരം തളരുന്നു. ശരീരത്തോട് ചെയ്യുന്ന തിന്മകളാണ് രോഗത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം.
ഇതിലേക്കുള്ള വിശദീകരണം എന്ന രൂപത്തിൽ മഹാനായ പണ്ഡിതൻ, മഹാനായ വൈദ്യശാസ്ത്ര പണ്ഡിതൻ ഇമാം ദഹ്ബി റഹ്മത്തുള്ളാഹി അലൈഹി 6 കാര്യങ്ങൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോൾ രോഗിയായി തീരുന്നു. മിതമായി ചെയ്താൽ ആരോഗ്യമാണ്. 6 കാര്യങ്ങൾ ഒരാൾ തന്റെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോഴാണ് രോഗിയാവുന്നത്. അപ്പോ ഞാൻ എങ്ങനെയാണ് രോഗിയായത് എന്ന് പഠിക്കാൻ ഈ വിഷയം മനസ്സിലാക്കൽ നല്ലതാണ്. ഞാൻ എങ്ങനെ രോഗിയായി? നല്ല ആരോഗ്യവാനായിരുന്നല്ലോ, എങ്ങനെയാണ് ഞാൻ രോഗിയായത്? ഇതിനെക്കുറിച്ചാണ് ഇമാം ദഹ്ബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. 6 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോൾ അവൻ രോഗിയാവും. ഇതിൽ ഒന്നാമത്തെ വിഷയം പറയുന്നു, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് വർദ്ധിക്കലാണ്. വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണ്. മഹാഭൂരിഭാഗം ആളുകളും വയറ് നിറയെ ഭക്ഷണം കഴിച്ചത് കാരണം രോഗികളായവരാണ്. വേറൊരു കാര്യമില്ല, വേറൊരു കാരണവും കൊണ്ട് രോഗിയായതല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയെ കഴിക്കുന്ന ശീലം നിത്യരോഗത്തിന്റെ ദുരിതത്തിലേക്ക് വലിച്ചിഴക്കും. മഹാഭൂരിഭാഗം ആളുകളും രോഗികളായത് ഭക്ഷണത്താൽ. ഒന്നുകിൽ കഴിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എത്ര കഴിക്കണമെന്നറിയില്ല, എന്തു കഴിക്കണമെന്നറിയില്ല, എപ്പോഴാ കഴിക്കേണ്ടതെന്നറിയില്ല, കൂട്ടത്തിൽ എത്ര അളവ് എന്നതും അറിയില്ല. ഏതായാലും കയ്യും കഴുകിയിരുന്നല്ലേ അങ്ങോട്ട് കഴിക്കാൻ എന്നതാണ് പലരുടെയും ധാരണ. നിങ്ങൾ നിങ്ങളുടെ ജീവനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ആയുസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരുപാട് കാലം ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ഭക്ഷണം കുറച്ച് കഴിക്കാനുള്ള തൗഫീക്കിന് വേണ്ടി ദ്വാരക്കുക. അള്ളാഹു തൗഫീക്കട്ടെ. ഈ ഫാൻ ഇങ്ങോട്ട് മാറ്റിക്കോളൂ. ഈ ഫാന് വേണ്ട, ഈ ഫാന് ബാക്കിലൂടെ